കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കു ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കോട്ടപ്പടിക്ക് സമീപം മുട്ടത്തുപാറയിൽ കാട്ടാനെ വീണ് തകർന്ന കിണർ 10 മാസം പിന്നിട്ടിട്ടും നന്നാക്കിയില്ല. സംഭവത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാർക്ക് കോടതിയിൽ ഹാജരാകാൻ നോട്ടീസ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 12 പുലർച്ചെയാണ് കൂട്ടം തെറ്റി കാട്ടുകൊമ്പൻ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കുടിവെള്ളക്കിണറിൽ വീണത്. സമീപത്തെ മറ്റ് നിരവധി പേരുടെ കുടിവെള്ളം ഇതോടെ മുട്ടി. ജനവാസ മേഖലകളിൽ സ്ഥിരശല്യക്കാരനായ ഈ കാട്ടുകൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി ഉൾവനത്തിൽ വിടണമെന്നും ആന വീണ് നശിച്ച കിണർ നന്നാക്കി തരണമെന്നും കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. പ്രശ്നത്തിന് പരിഹാരം കാണാതെ ആനയെ കരയ്ക്കു കയറ്റാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ നിലപാടെടുത്തതോടെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് ഉറപ്പു നൽകിയെങ്കിലും വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും നടപ്പായിട്ടില്ല. ആന വീണ് മണിക്കൂറുകൾക്ക് ശേഷം മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന് പകരം കിണറിന്റെ വശങ്ങൾ ഇടിച്ച് ആനയെ കരയ്ക്കു കയറ്റി കാട്ടിലേക്ക് വിടുകയായിരുന്നു. കിണർ നന്നാക്കാൻ കരാറുകാരനെ ഏർപ്പാട് ചെയ്തെങ്കിലും മാസങ്ങൾ പിന്നിട്ടിട്ടും കിണർ നന്നാക്കിയിട്ടില്ല. 1 വർഷമാകാറായിട്ടും കാട്ടാനെ വീണ് നശിച്ച കിണർ നന്നാക്കി തരാൻ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും വാഗ്ദാനം നൽകിയ ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും കിണറുടമ സിജു പറഞ്ഞു. 2024 ഏപ്രിൽ 12 അർദ്ധരാത്രിയോടുകൂടി ഒരു കാട്ടാനക്കൂട്ടം വന്ന് അതിലൊരാനയെ കെൻറ്റിൽ ചാടുകയും ആ ആന രാത്രി ഏകദേശം ഒരു 18 മണിക്കൂറോളം ഈ കെൻറ്റിൽ ഉള്ളിക്കിടക്കുകയും ഇവിടെയുള്ള ജനങ്ങളും സമീപവാസികളായ ഒത്തിരി ആളുകൾ കൂടുകയും അതോടൊപ്പം ഫോറസ്റ്റുകാരെ, പോലീസുകാരെ, സർക്കാർ ഉദ്യോഗസ്ഥർ ഇവരെല്ലാം വരികയും ഇവരുടെ മുമ്പാകെ സർക്കാർ ഉദ്യോഗസ്ഥരും പോലീസുകാരും ബാക്കിയുള്ള ജനപ്രതിനിധികളും ഒരു വാക്ക് പാലിച്ചിരുന്നു. ഈ കിണർ നന്നാക്കി തരാമെന്നും ഈ ജലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്ക് ആക്കി തരാമെന്നും പറഞ്ഞാണ് അവർ അന്ന് ആനയെ മയക്കുവെടി വെച്ച് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ മയക്കുവെടി വെക്കാനോ വേറൊന്നും ചെയ്യാതെ JCB ഉപയോഗിച്ച് ഈ കാണുന്ന കിണർ കുത്തിക്കീറി ആനയെ വന്ന വഴിയിലൂടെ തന്നെ പടക്കം പൊട്ടിച്ച് ഓടിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ പറഞ്ഞ ജനപ്രതിനിധികളോ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരോ ആരും ഈ കിണറിൻ്റെ ഭാഗത്തേക്ക് വരികയോ ഇതെന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ കാണുന്ന ഈ കിണറ്റിലെ ജലം ഈ ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണിത്. ഈ വേനൽക്കാലമാകുമ്പോൾ, അതായത് 1 വർഷമാകാൻ പോവുക ഈ കിണർ ഇങ്ങനെ കിടന്നിട്ട് ഈ വെള്ളം ഉപയോഗിക്കാൻ ഞങ്ങൾക്കോ ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾക്കോ മനസ്സിനൊരു പ്രയാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ ആനയാടിയ വെള്ളമാണ്. ഇത് പറ്റിക്കുകയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ആ വെള്ളം ഉപയോഗിക്കാൻ ഞങ്ങൾക്കും മടിയാണ്. വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ലെങ്കിലും അന്ന് നാടിന്റെ പൊതു ആവശ്യത്തിന് വേണ്ടി രംഗത്തു വന്നവർക്ക് ഫെബ്രുവരി 12 കോതമംഗലം കോടതിയിൽ ഹാജരാകാൻ സമൻസ് ലഭിച്ചിട്ടുണ്ട്. കിണർ നന്നാക്കുകയോ ആനശല്യത്തിന് പരിഹാരം കാണുകയോ ചെയ്യാതെ നാടിന്റെ ആവശ്യത്തിന് മുന്നിട്ടിറങ്ങിയവരെ കേസിൽ കുടുക്കുകയാണെന്നും ജയിൽ ശിക്ഷയാണ് തരുന്നതെങ്കിൽ അനുഭവിക്കാൻ തയ്യാറാണെന്നും പ്രദേശവാസിയും സമൻസ് ലഭിച്ചവരിൽ ഒരാളുമായ ജുവൽ ജൂഡി പറഞ്ഞു. ഈ വേനലിൽ ഇവിടെ വെള്ളം കിടപ്പുണ്ടെങ്കിലും ഇവർക്ക് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇതിപ്പോൾ കിടക്കുന്നത്. അതുപോലെ ഇനിയൊരു അവസരം ഇപ്പം ഞങ്ങൾ അന്ന് മുമ്പിൽ നിന്ന് പലർക്കും ഇന്ന് കേസാണ്. ഈ 12-ാം തീയതി കോടതിയിൽ ഹാജരാവാൻ പറഞ്ഞേക്കാണ്, കോതമംഗലം കോടതിയിൽ. അപ്പോൾ ഇത് മുമ്പിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നവരെ എല്ലാം ഇതുപോലെ കേസിൽ കുടുക്കി അകത്തിടാനുള്ള ഒരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും എന്നൊരു പിടുത്തവുമില്ല. ഞങ്ങൾ ഇനിയുള്ള രീതിയിൽ ഇനിയിപ്പോൾ ആനശല്യത്തിനൊരു കുറവുമില്ല, കുടിവെള്ളം ഇല്ലാണ്ടായേക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് കേസും കാര്യങ്ങളും വരുന്നു. നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയാൻ വളരെ അവസ്ഥയിലാണ്. നമ്മുടെ വീടോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് അവർക്ക് ഇനി തുറന്നിട്ട് കൊടുക്കുക. നമ്മൾ ആന കയറി വീട്ടിൽ കയറി നിറങ്ങട്ടെ, അല്ലെങ്കിൽ പന്നി വീട്ടിൽ കയറി നിറങ്ങട്ടെ, നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. കാരണം പ്രതികരിക്കുന്നവരെയൊക്കെ ഇതുപോലെ കേസിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകും? ആനശല്യം മൂലം കൊച്ചുകുട്ടികളുമായി ഇവിടെ ജീവിക്കാൻ ഭയമാണെന്നും അന്ന് പ്രതിഷേധിച്ചവർക്കെതിരെ യാതൊരുവിധ നിയമ നടപടികളും ഉണ്ടാകില്ലെന്ന് ജനപ്രതിനിധികൾ ഉറപ്പു നൽകിയിരുന്നുവെന്നും സമൻസ് ലഭിച്ചിട്ടുള്ള പ്രദേശവാസിയായ ജോജോ ജോസഫ് പറഞ്ഞു. അപ്പോൾ ആന വീണപ്പോൾ നമ്മൾ പ്രതിഷേധിച്ചു എന്നുള്ള സത്യമാണ്. അപ്പോൾ ജനപ്രതിനിധികളും പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയും കോതമംഗലം MLA ആന്റണി ജോണും RDO അടക്കമുള്ള ആൾക്കാരും നിലക്കെ അവർ നമുക്ക് ഉറപ്പ് നൽകിയതാണ് ആനയെ മയക്കുവെടി വെച്ച് ഉൾവനത്തിലേക്ക് മാറ്റുകയും ശാശ്വത പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യാമെന്ന്. ഇത് അങ്ങനെ ഉറപ്പ് നൽകിയതിൻ്റെ പേരിൽ ഞങ്ങളെല്ലാം പിരിഞ്ഞ് മാറി പോവുകയും അവസാനം അവർ ആ ഉറപ്പുകൾ ലംഘിച്ച് ആനയെ കിണറിടിച്ച് കയറ്റിവിടുകയും ചെയ്തു. അതിനുശേഷവും പിന്നീട് അതിന് മുൻപന്തിയിൽ നിന്ന് ഈ ആവശ്യങ്ങൾ പറഞ്ഞ ഞാൻ ഉൾപ്പെടെയുള്ള 15 പേർക്കെതിരെ ഒരു സമൻസ് അയച്ചിരിക്കുകയാണ്. അപ്പോൾ 12-ാം തീയതി എന്തായാലും കോടതിയിൽ ഹാജരാകണം. അപ്പോൾ കോടതിയിൽ ഹാജരാകണം, ആ കോടതിയുടെ ഉത്തരവ് നമ്മൾ അനുസരിച്ചേ പറ്റൂ. അപ്പോൾ കോടതിയിൽ ഹാജരാകാൻ തന്നെയാണ് ഉദ്ദേശം. അപ്പം അതിനുശേഷവും ഇതേ ആന തന്നെ നമ്മുടെ ഏരിയയിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും തുടർച്ചയായി നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിലവിലിപ്പം നമുക്ക് ഈ കുഞ്ഞുകുട്ടികളെയും ഒക്കെ ആയിട്ട് ഇവിടെ ജീവിക്കാൻ തന്നെ ഭയമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതിനെതിരെ ജനപ്രതിനിധികളോ പഞ്ചായത്തോ ഫോറസ്റ്റുകാരോ യാതൊന്നും ചെയ്യുന്നില്ല. ജനങ്ങളെ സംരക്ഷിക്കാനോ ആനയുടെ ശല്യം, പന്നിശല്യം ഒക്കെ തീർക്കാനും ആവശ്യമായ യാതൊരു തരത്തിലുള്ള നടപടികളും ഇവർ സ്വീകരിക്കുന്നുമില്ല. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ശേഷമാണ് കാട്ടാനയെ കരയ്ക്കു കയറ്റാനുള്ള നടപടി ആരംഭിച്ചത്.
നിരോധനാജ്ഞ ലംഘിച്ചതുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് പ്രദേശവാസികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൂവരുടെ ന്യൂസ്. ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും തൈപ്പൂയ മഹോത്സവവും 2025 ഫെബ്രുവരി 2 മുതൽ 11 വരെ. ഫെബ്രുവരി 5-ന് റിട്ടയർഡ് DGP അലക്സാണ്ടർ ജേക്കബ് IPSന്റെ പ്രഭാഷണം. ഉത്സവ നാളുകളിൽ കേരള നടനം, കൈകൊട്ടിക്കളി, തിരുവാതിര, കൊച്ചിൻ സാരഥിയുടെ നൃത്തനാടകം, ശങ്കരധ്യാനം എന്നിവ അരങ്ങേറുന്നു.